السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. നാം എല്ലാവരും വലിയ ഭാഗ്യമുള്ളവരാണ്. അല്ലാഹു നമുക്ക് തന്ന ജീവിതത്തിൽ ആഫിയത്ത് ആരോഗ്യമുള്ള സമയത്ത് ഇങ്ങനെയുള്ള നല്ല നല്ല മജ്‌ലിസിൽ കൂടുക, ബർക്കത്ത് എടുക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഒരു തൗഫീഖും ഭാഗ്യവുമാണ്. അല്ലാഹു ഇനിയും ഇങ്ങനെയുള്ള ഒരു മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാഷാ അല്ലാഹ്. ഞങ്ങളെ റായത്ത്, ഞങ്ങളെ SSFയുടെ ഉണ്ടാക്കിയ കാര്യക്രമം അത് വലിയ ബഹുമാനമുള്ള ഒരു സദസ്സായിട്ട് ഒന്നു മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ഇസ്സിൽ അജ്മീരി മഹാനവർകളുടെ ഒരു അനുസ്മരണം. രണ്ടാമത്തത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബുർദ ബൈത്തിലെ ഒരു ഭാഗം. ഇനി ഇൻഷാ അല്ലാഹ് അതൊക്കെ ഞങ്ങളെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങളെ മനസ്സിലുള്ള ചെമ്മ പ്രശ്ന പ്രയാസ എല്ലാം ഉണ്ട്. അത് ഞങ്ങളെ യജമാനനായ റബ്ബിനോട്ട് ചെന്നിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് പിരിയാം. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഖാജ തങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് നെനപ്പായുണ്ടുണ്ടോ? അത് ഭയങ്കരമായ ഒരു ദർബാറായിട്ട് ഞങ്ങളെ ഈ പരിസരത്തെല്ലാമുള്ള മഹാന്മാരുടെ ദർബാറിൽ ചിലപ്പോ വർഷത്ത് കോർക്ക ഉറൂസാക്കിയുടെ ഒരു കാര്യക്രമം കണ്ടുകൊണ്ടിരിക്കുന്നു. ഖാജയുടെ ദർബാർ അങ്ങനെയല്ല. 24 ഗണ്ടും 364 ഉറൂസായിട്ട് വലിയ ഒരു ദർബാർ. ഞങ്ങളെ ഈ റായത്തിന്റെ എല്ലാവരും ഇൻഷാ അല്ലാഹ് ദർബാറിൽ എത്തിയിരിക്കുവാറ്. ഇനി എത്താത്തങ്ക അല്ലാഹു എത്തോകുള്ള ഭാഗ്യ അല്ലാഹു നൽകുമാറാകട്ടെ. മഹാനായ ഖാജ തങ്ങൾ ചൊല്ലുമ്പോൾ ഞാൻ നെനപ്പായിട്ടുള്ള എന്റെ ജീവിതത്തിൽ കണ്ട വലിയ ഒരു അനുഭവം. ഞാൻ മഹാനായ ഖാജ തങ്ങളെ മുട്ട മൈക്കാലത്തെ ഒരു ആചാരം ഞാൻ ഒട്ടിയെ സാധാരണ പോയോണ്ടി. അപ്പൊ ഒരു നാൾ ഉറൂസിന്റെ ടൈമിലായിട്ട് ഞങ്ങൾ പോയത്. അപ്പൊ അവിടെ പള്ളിയിലെ പർത്തല്ല തെച്ചെങ്കിൽ കുറെ മുസാഫിർമാർ ഫക്കീറമാർ എന്തിനാക്കുന്നെങ്കിൽ ചില ഫക്കീറമാർ മാന്റെ തോൽ പോലത്തെ ഒരു ബോക്സിൽ തണ്ണി നിറച്ചിട്ട് തണ്ണി പീറ്റാറും, ചില ആൾമാര് പീപ്പാല പിടിച്ച് പീര്, ഇങ്ങനത്തെ കുറെ ആൾമാരല്ലേ. അപ്പൊ ആരെങ്കിലും ഒരു ഹദിയ കൊടുത്ത് എടുത്തോണ്ട് പോണ്ട. ആ കൂട്ടത്തില് നല്ല ഒരു യൂണിഫോം ധരിച്ച, നല്ല ഒരു പൈജാമല ധരിച്ച, നല്ല ഒരു സുന്ദരനായ മുഖലക്ഷണമുള്ള ഒരു ആള് ഈ ഫക്കീറമാരെ കൂട്ടത്തിൽ എല്ലാവർക്കും ബീഞ്ഞോണ്ടു അർത്ഥാക്കണം. അങ്ങനത്തെ ഖാജ തങ്ങളെ മദ് ചെന്ന് ഒരു ദർബാറിലായിട്ട് ഞങ്ങളുടെ ഉള്ളത്. അങ്ങനെ ബീപ്പാലെന്ന് ബീഞ്ഞോണ്ടിരിക്കുന്നത് ചില ആൾമാർ എന്തെങ്കിലും കൊടുത്തെങ്കിൽ അയാൾ മേങ്ങില്ലേ. അപ്പൊ നാനും ആചാരം ഇങ്ങനെ വിഷയാക്കിട്ടാകുമ്പോ അത്ഭുതമായിട്ട് ഇയാൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ട്. ഇയാൾ കാണുകോ ഫക്കീറന്മാരെ പോലെ കാണില്ലേ, പക്ഷെ ഇയാൾ ഇങ്ങനെ ബീഞ്ഞോണ്ടുണ്ട്. എന്തിനെ വിഷയം കൊത്തിയില്ലേ. അപ്പോളായിട്ട് അവിടെ ഒരു വലിയ വിലയുള്ള വാട്ടറിലായിട്ട് ഞങ്ങൾ റൂം എടുത്ത് നോക്കുമ്പോ ഞങ്ങളെ പരിസരത്ത് ഇയാള് ഞങ്ങളെ മുട്ടത്തെ റൂമിലായിട്ട് ഇയാൾ തെച്ചോണ്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇയാൾ ഒരു തിങ്കള് ആ വാട്ടറിൽ റൂമാക്കി തെച്ചിരിന്റെ വിഷയം. എത്രമാ ലക്ഷ ബാടിക കൊടുത്തിട്ടു ഒരു തിങ്കളായിട്ട് അയാൾ തെച്ചത്. ഏതായാലും അയാളെ സംബന്ധിച്ചൊന്ന് പഠിക്കണമെന്ന നിലക്ക് ഞങ്ങൾ അയാളെ മുട്ട പോയ ഇത് ഖാജ തങ്ങളെ ഒരു ബർക്കത്ത് ചെന്നോണ്ടുള്ളത്. പോയ ടൈമുള്ളൂ അയാൾ ചെന്ന് നന്റെ ജീവിതത്തിൽ നിന്നാണ് മറക്കാത്ത ഖാജ തങ്ങള് നക്ക് ചെയ്ത വലിയ ഒരു കാരുണ്യ നിങ്ങളുടെ ചെല്ലി എന്തിനു കൊണ്ടുണ്ട നക്ക് ഒരു മാരകമായ രോഗം ബാധിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഹോസ്പിറ്റലിൽ പോയപ്പോ ನಾನು നല്ല വിഐപിയിലും നല്ല സന്തോഷത്തിലും നിഅമത്തിലും കൂടി ജീവിച്ചിരിക്കുന്ന ഒരു കാലായിട്ട്
നാനും നന്റെ പെഞ്ഞായി ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിലെ പേർക്ക് മടങ്ങിയിൽ പന്നെ പെഞ്ഞായി നന്റെ മുട്ട കിടക്കില്ലേ നാണ് കുളിക്കിടെ സോപ്പ് ബേറായിട്ട് നാണ് വറങ്ങിടെ കിടക്ക ബേറായിട്ട് നാണ് കിടക്കിടെ കട്ടിലും ബേറായിട്ട് ഉണ്ണിടെ പ്ലേറ്റ് ബേറായിട്ട് സുബ്ഹാനല്ലാഹ് നക്ക് വല്ലാത്തൊരു സങ്കടം വന്ന് ഞാൻ എന്റെ പെഞ്ഞായിരൊട്ടെ കേട്ടെ ഇത്രത്തോളം ഞങ്ങ വലിയ പിരിസപ്പാടില് ജീവിച്ചോണ്ടിന്നല്ലേ നിന്റെ വാതാവരണം എല്ലാം ചേഞ്ച് ആയതുകൊണ്ട് എന്തിനെ ഉദ്ദേശ അവസാനം പെഞ്ഞായി പുൽപ്പിട്ടല്ലാണ്ട് വിഷയമില്ലേ അങ്ങനെ ഞാൻ പിറകെ അതേ ഡാക്ടർ മുട്ട പോയിട്ട് വിഷയം കേട്ട് എന്തിനായിട്ട് സമസ്യ എന്റെ ഔത്തുള്ള എന്റെ പെഞ്ഞായി പല നിലയ്ക്ക് ചേഞ്ചസ് ആയിട്ട് എന്തിനെ കാരണം അപ്പോഴായിട്ട് ഡാക്ടർ ചെന്നത് നിങ്ങളെ ചോരയില് എയ്ഡ്സ് ഉണ്ട് നിങ്ങളെ പെഞ്ഞായിക്ക് നാണ് വാർണിംഗ് ആക്കിയിടേ പെഞ്ഞായി നിങ്ങളുമായി ബന്ധപ്പെടുക തീരാ ദൂരെ കിടക്കൊണ്ടുണ്ടല്ലോ നാണ് വാർഡറാക്കിയേ സുബ്ഹാനല്ലാഹ് ഇയാൾ ആകപ്പാട് നിരാശയായിട്ട് എല്ലാം വിട്ടു സുബ്ഹാനല്ലാഹ് ഔത്തരെ ഇയാളെ ഇനി പോയിട്ട് ഒരു തീരുമാനം എടുത്തത് നക്കേനൊരു പരിഹാരം ഉള്ളത് ഹാജര കാലടിയിലായിട്ട് ചെന്നിട്ട് അവിടെ പോയിട്ട് 12 വർഷം ഒരു മുസാഫിറായി എല്ലാ സമ്പത്തും നിയമത്തും പെഞ്ഞായും മക്കും എല്ലാം വിട്ടു വന്നിട്ട് സ്വന്തം ഹാജര കാലടിയിൽ ഒരു മുസാഫിറായിട്ട് ഫക്കീറായിട്ട് ഇങ്ങനെ ബീനോണ്ട് ഇങ്ങനെ ജീവിതം കഴിഞ്ഞിട്ട് അങ്ങനെ 12 വർഷാകുമ്പോ ഇയാൾക്ക് ഒരു പുതിയ ഒരു ഉന്മേഷ ഒരു ആഫിയത്തല്ല വന്നപ്പോ പിന്നെ പോയിട്ട് ഡാക്ടർ മുട്ട പരീക്ഷണം നടത്തുമ്പോ ഡാക്ടർ ചെല്ല് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു രോഗമേ ഇല്ല എയ്ഡ്സ് ചെല്ലുന്ന ഒരു രോഗം നിങ്ങളുടെ ശരീരത്തിലില്ല സുബ്ഹാനല്ലാഹ് പിന്നെ ഞാൻ രായത്തുക്ക് മടങ്ങിയേ അല്ലാഹ് അതുപോലെയുള്ള നിഅമത്ത് അല്ലാഹ് രണ്ടാമത് നമുക്ക് മടക്കി തന്ന അതിന് കാരണമായിട്ട് മഹാനായ ഖാജ തങ്ങളി അൽഹംദുലില്ലാഹ് ഞങ്ങളെ കുപ്പേട്ട് ജമാഅത്തുകാർക്ക് അല്ലാഹു ചെയ്ത വലിയ നിഅമത്ത് ആ ഖാജ തങ്ങളെ പേരിലായിട്ട് നിങ്ങളെ എസ്എസ്എഫ് ഇടങ്ങ ഒരു മൊയിലോദ് കൊണ്ട് തുടങ്ങിയത് അല്ലാഹു അവിടുത്തെ ബർക്കത്തും മദദും ഞങ്ങൾക്കും ഞങ്ങളെ റായത്തും ഞങ്ങളെ കുടുംബത്തും ഞങ്ങളെ പെഞ്ഞായി മക്കൾക്കും അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ മുഅ്മിനീങ്ങളെ ഞങ്ങൾ ജാവരെ പിടിച്ച് സുബൈ 24 ഗണ്ട വാള് ചെന്നാലും വറക്കേ ബണ്ടല്ലാണ്ട് ഒരാളുടെ ഖൽബ് ചിലപ്പോൾ ചേഞ്ചസ് ആവല്ലേ ഖാജ തങ്ങളെ കൊണ്ട് ലക്ഷക്കണക്കിൽ ആൾമാര് ദീനിക വന്ന ചരിത്ര സംഭവം നമുക്ക് ധാരാളമുണ്ട് അത്ര വലിയ മഹാനായിട്ട് അതുകൊണ്ട് ഞാൻ എന്റെ പലക്ക നിപ്പാട്ടിക്കൊണ്ടുള്ള ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് ബുറുദത്തെ ഭാഗല്ല പാടിയിട്ട് ദുആർന്നിട്ട് നമുക്ക് പിരിയാം അതുക്ക് മുന്നേ നിങ്ങളോട്ട് കേട്ടുകൊണ്ടുള്ളത് ഇൻഷാ അല്ലാഹ് പണ്ട വർഷം ആ ഖാജര പേരിലൂടെ ഈ കാര്യക്രമം നടത്തുമ്പോൾ നമുക്ക് ആർഡർ ഇറച്ചി കൂടെ അൽഹംദുലില്ലാഹ് കുപ്പേട്ട് ജമാഅത്തുകാർ ഖാജന മേൽ നന്റെ വകയിൽ ഒരു ആട് ഇൻഷാ അല്ലാഹ് ഖാജയുടെ കറാമത്ത് കൊണ്ട് നന്റെ എല്ലാ ഉദ്ദേശം ഹാസിലാവണം ഇണ്ട് നിങ്ങൾ ഒരു പ്രഖ്യാപനം ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ് പണ്ട വർഷാകുമ്പോ ഞങ്ങൾ എല്ലാ വിഷമ ബേജാർ എല്ലാം ബുദ്ധിമുട്ട് അല്ലാഹു തീർത്തു തരണോ ഇൻഷാ അല്ലാഹ് വിഷയത്തിൽ തുടങ്ങും അല്ലാഹു ബർക്കത്ത്